ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 24, 27 അതിൽ 21 മുതൽ ഇതെടുത്ത് പറയുന്നതിൻ്റെ കാരണം അതൊരു വലിയ ഒരു വിജ്ഞാപനമാണ്, എല്ലാവരും അനുസരിക്കേണ്ടതാണ്. അതിലെപ്രകാരം പറയാണ്, ഭക്ഷിക്കുന്നവന്റെ രുചിക്കൊത്ത് അത് രൂപാന്തരപ്പെട്ട് ഭക്ഷിക്കുന്നവന്റെ രുചിക്കത്ത് അത് രൂപാന്തരപ്പെടും. ഹിമപാതയിൽ ആളിക്കെത്തിയതും വർഷധാരയിൽ ഉജ്ജ്വലിച്ചതുമായ അഗ്നി ശത്രുക്കളുടെ വിള നശിപ്പിച്ചെന്ന് അവർ അറിയാൻ തക്കവിധം മഞ്ഞ് കട്ടിയും അഗ്നിയിൽ ഉരുകിയില്ല. നീതിമാന്മാരെ പോറ്റി രക്ഷിക്കാൻ അഗ്നി സ്വഗുണം മറന്നു. സൃഷ്ടാവായ അവിടത്തെ സേവിക്കുന്ന സൃഷ്ടി അധർമ്മികളെ ശിക്ഷിക്കാൻ വെമ്പൽ കൊള്ളുകയും അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യ വിളകളല്ല അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിന്റെ വിജ്ഞാപനമായിരുന്നു. ഇതൊരു വലിയ ഒരു വചനമാണ്. ഇത് നമ്മളെല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണ്. നമ്മുടെ കുടുംബങ്ങൾ, വരും തലമുറകൾ വിശുദ്ധി പ്രാപിക്കണമെങ്കിൽ, വിശ്വാസത്തിൽ വളരണമെങ്കിൽ, മാതാപിതാക്കന്മാർ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിൻ്റെ ടൈമിൽ എഴുന്നേറ്റ് നമ്മുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആദ്യകാലങ്ങളിൽ നമ്മുടെ കാരണവന്മാർ, നമ്മുടെ പൂർവികർ പ്രഭാതത്തിൽ എഴുന്നേറ്റ് 2-3 മണി എഴുന്നേറ്റ് അവർ പ്രാർത്ഥിക്കുകയും അതിനുശേഷം മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന രീതിയുണ്ട്. രാവിലെ ആവുമ്പോൾ അവർ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് അവർ ജോലിയിൽ വ്യാപൃതരാകുന്നത്. കാരണം ഈ സമയം എന്ന് പറയുന്നത് ഇത് പരിശുദ്ധാത്മാവിൻ്റെ സമയമാണ്. എല്ലാ മതങ്ങളിലും ഈ ആരാധന വിഷയങ്ങളുണ്ട്. ഈ 2-3 മധ്യേ എല്ലാ മന്ത്രവാദികൾ പോലും മന്ത്രവാദം ചെയ്യുന്നത് ഈ പീക്ക് ടൈമിലാണ്. എന്നാൽ ക്രൈസ്തവ സഭയിൽ ഇതിന് പറയുന്ന പേരെന്താണെന്ന് വെച്ചാൽ ഇത് പരിശുദ്ധാത്മാവിൻ്റെ ടൈമാണ്. അപ്പം നമ്മുടെ കുടുംബാംഗങ്ങൾ പലവിധത്തിലുള്ള രോഗങ്ങളും തകർച്ചകളും പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത മേഖലകളുണ്ടെങ്കിൽ ഈ ടൈമിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ മേൽ ദൈവം ഇടപെടും. 8 മാസങ്ങൾക്ക് മുമ്പ് 8-9 മാസങ്ങൾക്ക് മുമ്പ് ഒരു പുരോഹിതൻ തൻ്റെ പട്ടത്തിൻ്റെ സമയത്ത് നമുക്കറിയാം നന്ദി പറയുന്ന ഒരു പതിവുണ്ട്. ആ നന്ദി പറയുന്ന സമയത്ത് തൻ്റെ മാതാപിതാക്കന്മാരെ കുറിച്ച് പറയുന്നത് ഈ കാലഘട്ടത്തിൽ പല യൂട്യൂബിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പുലർച്ചയ്ക്ക് അപ്പനും അമ്മയും എഴുന്നേറ്റ്, പ്രത്യേകിച്ച് അമ്മ എഴുന്നേറ്റ് അമ്മ പ്രാർത്ഥിക്കുന്നതാണ്. ആ സ്ത്രീ അത്ര അസുഖമില്ലാത്ത വ്യക്തിയല്ല, അസുഖമുള്ള വ്യക്തിയാണ്. മാരക രോഗത്തിന് അടിമയായ വ്യക്തിയാണ്. ആ മാരക രോഗത്തിന് അടിമയായ ആ സ്ത്രീ മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, കുടുംബാംഗങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി എല്ലാ ദിവസവും പുലർച്ചയ്ക്ക് 3 മണി എന്ന സമയമുണ്ടെങ്കിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് ഈ പയ്യൻ കാണുകയാണ്. അതിനുശേഷം ആ പയ്യൻ പറയുന്ന ഇപ്രകാരമാണ്: നേരം വെളുത്ത് കഴിയുമ്പോൾ ഈ മക്കളെല്ലാം കൂട്ടിയിട്ട് ദേവാലയത്തിൽ പോയി ബലി അർപ്പിച്ചിട്ട് തിരിച്ചു വന്നാണ് മക്കൾക്ക് ഭക്ഷണം നേരത്തെ ഉണ്ടാക്കി വെച്ച് അത് കൊടുത്ത് സ്കൂളിലേക്ക് വിടുന്നത്. അവന് ഇപ്രകാരം പറയാണ്: ഒരു ഞായറാഴ്ച പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ കുർബാനയോ വേദപാഠമോ മുടക്കിയിട്ടില്ല. വേദപാഠമോ കുർബാനയോ ഞാൻ മുടക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മാതാപിതാക്കന്മാരാണ് അതിൻ്റെ കാരണം. മാതാവ് എല്ലാ ദിവസവും എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നു മാത്രമല്ല, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ
കടമുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് വേദപാഠം നിർബന്ധമായിട്ട് പഠിക്കണമെന്നത് എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും കർക്കശമായ തീരുമാനമായിരുന്നു. ഞാൻ ഇന്ന് ഈ ബലിവേദിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മാതാപിതാക്കന്മാരുടെ നിരന്തരമായ പ്രാർത്ഥന ഫലമായിട്ടാണ് ഞാൻ ഇന്ന് ബലിവേദിയിൽ നിൽക്കുന്നത്. 27-30 വർഷക്കാലം ഈ പയ്യൻ 27 വർഷവും കണ്ടിട്ടുണ്ട് മാതാപിതാക്കന്മാർ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. വൈദിക പഠനത്തിന് പോയി. അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇവൻ അച്ഛനാകണമെന്ന്. അങ്ങനെ ഇവൻ അച്ഛനാകാൻ പോയി പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ അവനോട് പറഞ്ഞു, നിൻ്റെ പട്ടത്തിന് ഞാൻ ഉണ്ടാവില്ല. മാരകമായ രോഗം ബാധിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവൻ അവനോട് പ്രാർത്ഥിച്ചു, എൻ്റെ പട്ടം കാണാനുള്ള ഒരു കൃപ അമ്മയ്ക്ക് കൊടുക്കണം. അങ്ങനെ അമ്മ മാരകമായ രോഗത്താൽ അടിമപ്പെട്ട വ്യക്തിയാണെങ്കിലും ആ പട്ട സ്വീകരണത്തിന് അമ്മ മുമ്പിലിരുന്ന് ഈ മകൻ പറയുന്ന എല്ലാം കേട്ടുകൊണ്ടിരിപ്പുണ്ട്. അതിനുശേഷം 8 മാസം കഴിഞ്ഞാണ് ഈ സ്ത്രീ മരിക്കുന്നത്. മകൻ്റെ പട്ടം കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞാണ് ഈ സ്ത്രീ മരിക്കുന്നത്. മരിക്കുന്ന സമയത്തും ഞാൻ മനസ്സിലാക്കുന്നത് ട്യൂറ്റുവിൽ കിടക്കുന്നത് ഈ മകൻ തന്നെയാണ് അമ്മയുടെ ചരമപ്രസംഗവും പറയുന്നത്. നമുക്കത് കേട്ട് നിൽക്കാൻ അത്ര എളുപ്പമല്ല. അവൻ പറയുന്നത്, ഞാൻ ഇന്ന് ഒരു വിശുദ്ധനായ വൈദികനായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അതെൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും നിരന്തരമായ പ്രാർത്ഥനയും ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാന അർപ്പണവുമാണ് ഞാൻ ഇന്ന് ഈ പുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്യുവാനുള്ള കാരണം. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ പറയുന്നുണ്ട് നമുക്ക് പുലർച്ചയ്ക്ക് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പല വിധത്തിലുള്ള തടസ്സങ്ങളും നമ്മൾ പറയുന്നവരാണ്. ഞാൻ ഓർക്കാണ് ഈ അമ്മച്ചിക്ക് മാരകമായ രോഗമാണ്, എന്തോ വാതസംബന്ധമായ സന്ധിവാതോ എന്തോ മേഖലയാണ്. അങ്ങനെയുള്ള ആൾ മെഡിസിൻ കഴിച്ച് കിടക്കുന്നാൽ ആ 3 മണിക്ക് കണ്ട് എഴുന്നേൽക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാതാപിതാക്കന്മാർ മക്കളുടെ വിശുദ്ധിക്ക് വേണ്ടി പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പലവിധ മാറ്റങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുടുംബാംഗങ്ങൾ മക്കൾ ഇന്ന് വിശുദ്ധിയിൽ വിശ്വാസത്തിൽ ജീവിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ആരാണെന്ന് വെച്ചാൽ മാതാപിതാക്കന്മാരാണ് കൊടുക്കുക. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇന്ന് കുർബാനയൊക്കെ മുടക്കിയേക്കാം, അല്ലേ? ഇന്ന് പ്രാർത്ഥനയൊന്നും മുടക്കിയേക്കാം, ഇന്ന് പുലർച്ചയ്ക്ക് എഴുന്നേറ്റുള്ള പ്രാർത്ഥന. ഞാൻ പലവരോടും പറയാണ്ട് പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അവർ പല വിധത്തിലുള്ള തടസ്സങ്ങളും പല വിധത്തിലുള്ള ഒഴിവഴികളും പറയുന്നുണ്ട്. ഞാനിത് കേട്ടപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം ഈ യൂട്യൂബ് ഈ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതൊരു വ്യത്യസ്തമായ ഒരു ജീവിത അനുഭവമാണ് ഒരു കുടുംബത്തിൻ്റെ പങ്കുവയ്ക്കുന്നത്. വ്യത്യസ്തമായ നമുക്ക് പ്രശ്നങ്ങൾ പലതുണ്ട്. പ്രശ്നങ്ങൾക്ക് വേണ്ടി പരിഹരിക്കാൻ വേണ്ടി ഓടി നടക്കുന്നവരാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഏതൊക്കെ ധ്യാന കേന്ദ്രമുണ്ടോ, ഏതൊക്കെ അച്ഛന്മാരുണ്ടോ, ഏതൊക്കെ കൗൺസിലറുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അളയുന്നതല്ലാതെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നില്ല. അതുകൊണ്ടാണ് 21-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയാണ്, ഭക്ഷിക്കുന്നവൻ്റെ രുചിക്കൊത്ത് അത് രൂപാന്തരം. എന്താണ് ഭക്ഷിക്കുന്നവൻ്റെ രുചിക്കൊത്ത്? ഭക്ഷിക്കുന്നവൻ്റെ വിശുദ്ധി അനുസരിച്ചാണ് അത് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അല്ലേലിയ. ഭക്ഷിക്കുന്നവൻ്റെ രുചിക്കൊത്ത് അത് രൂപാന്തരപ്പെടുന്നു. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞത് ഭക്ഷിക്കുന്നത്. ഞാനും നിങ്ങളും വിശുദ്ധമായ ആ ബലി വസ്തു വിശുദ്ധിയോടുകൂടെ, ശരീരത്തിൻ്റെ വിശുദ്ധിയോടുകൂടെ, ശരീരത്തിൽ ഒരു തുള്ളി പോലും മലിനമില്ല എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. 1 കൊറിന്തോസ് 11:25-27 പറയുന്നുണ്ട്. എന്താ, പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ശാരീരിക വിശുദ്ധി ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലേലിയാ സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങളുണ്ടാവും, തടസ്സങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. എല്ലാം മാറാനായിട്ട് കർത്താവ് പറയുന്നത്, നീ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ നിൻ്റെ അഭിരുചിക്കനുസരിച്ച് ഞാൻ കൃപ നൽകും. അല്ലെങ്കിൽ തുടർന്ന് ഇപ്പുറത്തേക്ക് വരാം. 24 സൃഷ്ടാവായ അവിടുത്തെ സേവിച്ച സൃഷ്ടി അധർമ്മികളെ ശിക്ഷിക്കാൻ വെമ്പൽ കൊള്ളുകയും അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് തുടർന്ന് പറയാണ്, കർത്താവേ അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് ധാന്യവിളകളൊന്നല്ല, കർത്താവ് തന്നെ പോറ്റുന്നത്, കർത്താവ് തന്നെ നിന്നെ നയിക്കുന്നത്. അല്ലേലും ഞാനും നിങ്ങളും ജീവിക്കുന്നത് നമ്മൾ അധ്വാനിച്ചിട്ട് മാത്രമാണോ? അല്ലല്ലോ. അധ്വാനിച്ചാൽ നമുക്ക് കിട്ടണമെങ്കിൽ കർത്താവ് കനിയണം.
കർത്താവ് തരാതെ നമുക്ക് കിട്ടാൻ പറ്റില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പറയാ, കർത്താവെ അങ്ങടെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് ഭക്ഷ്യപദാർത്ഥങ്ങളല്ല, അങ്ങ് തന്നെ അങ്ങയുടെ വചനങ്ങളാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് സൃഷ്ടികൾ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദ്യത്തെ വെളിപ്പെടുത്തി അഗ്നിയിൽ നശിക്കാതെ. ഏത് വസ്തു അഗ്നിയിൽ നശിക്കാതെ? ഈ ലോകത്തിലെ എല്ലാ വസ്തുവും അഗ്നിയിൽ നശിക്കുന്ന, അല്ലേലിയ അല്ലേ? അഗ്നിയിൽ നശിക്കാത്ത ഒരു വസ്തുവില്ല. അല്ലേലിയ അല്ലേലിയ. പക്ഷെ പറയാണ്, അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. അരുണോദയം എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് മുമ്പുള്ള സമയത്തെ കുറഞ്ഞ അരുണോദയം എന്ന് പറഞ്ഞത്. മക്കൾ പ്രശ്നക്കാരാണെന്നോ? കാരണവർ പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. മക്കൾക്ക് ജോലിയില്ലേ, പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. പുലർച്ചെ കഴിഞ്ഞ മക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുക. അല്ലേലിയ. ജോലി കിട്ടിയില്ലെങ്കിൽ അവൻ പറയും ഉറക്കം നഷ്ടപ്പെടുത്താൻ പാടില്ല, അല്ലേ? നമ്മുടെ മക്കൾ പറയാം, ജോലി ഇല്ലാത്തവൻ നാളെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ നിങ്ങൾ മക്കളോട് പറ, എന്തുണ്ടാവും? അടി കിട്ടും, അടി കിട്ടും. അല്ലേലിയ. ചുട്ടടി അപ്പനും അമ്മയ്ക്കും കിട്ടും. കാരണം എന്താ? ഉറക്കം അവനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞാൻ ഓർക്കാണ്, മാരകമായ രോഗമാണ്, പക്ഷെ ആ സ്ത്രീ എല്ലാ ദിവസവും 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് പറ്റുമോ? ആ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്ക് അതിൻ്റെ കൃപ കിട്ടും. അല്ലേലിയ അല്ലേലിയ. അതുകൊണ്ട് ഇവിടെ പറയാണ്, അത് ഒരു എന്താണ്, വിജ്ഞാപനമാണ്. വിജ്ഞാപനം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മസ്റ്റ്. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത് എന്താ, 2:18-19 പറയാണ്, എന്താ, സിയോൻ പുത്രി രാത്രിയുടെ യാമം 1-ാം യാമത്തിൽ എഴുന്നേറ്റ് ജലധാര പോലെ നിന്റെ കണ്ണുനീര് ഒഴുകട്ടെ. എന്താ, നാൽക്കവരെ തളർന്നു വീഴുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. ഇന്ന് എല്ലാവർക്കും വിശ്രമമുള്ളത് ദിവസം, അല്ലേ? എല്ലാവരും വിശ്രമിക്കുക. അല്ലേ ലിയ? അല്ലേ ലിയ? നീ വിശ്രമിക്കരുത്. വിശ്രമിക്കാനുള്ള ടൈം അല്ലത്. പിശാചിൻ്റെ ആധിപത്യത്തിൻ്റെ ടൈമാണ്. അല്ലേ ലിയ? അതുകൊണ്ട് ഈശോ പറഞ്ഞു, എന്താ, സമയത്തിന് മുമ്പ് വന്നേക്കാണോ എന്ന് ചോദിക്കാനല്ല, ഈശോ അവനെ ബഹിഷ്കരിച്ചു. ബഹിഷ്കരിച്ച് ആരാ രക്ഷപ്പെട്ടത്? ഒരു ദൈവ പൈതൽ രക്ഷപ്പെട്ടു. പിശാച് വിട്ടുപോയി. അല്ലേ ലിയ? അല്ലേ ലിയ? അല്ലേ ലിയ? അതുകൊണ്ട് പറയാ, നീ രാത്രിയുടെ നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. എന്ത് ചെയ്യണം? രാത്രി യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ്. ആരംഭത്തിൽ ഏതാ? 1-ാം യാമം. എവിടെ? 164-ാം സങ്കീർത്തനത്തിൽ, അല്ല 119-ാം സങ്കീർത്തനത്തിൽ 164-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട് യാമങ്ങളുടെ ആരംഭം. ഇല്ലേ നോക്കി, 7 യാമങ്ങളിൽ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിക്കും. ഇസ്രായേൽ ജനം 7 യാമങ്ങളിൽ അവർ പ്രാർത്ഥിക്കുമായിരുന്നു, ഇല്ലേ? 119-ാം സങ്കീർത്തനം 164-ാമത്തെ ഖണ്ഡികയിൽ കടവന്ന് അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകളെ പ്രതി ദിവസം 7 പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. നീതിയുക്തമായ കൽപ്പനകളെ പ്രതി ദിവസം 7 പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും. അല്ലേലിയ. അങ്ങേ നിയമത്തെ സ്നേഹിക്കുന്ന ശാന്തി, അവർക്ക് ഒരു പ്രതിബന്ധവും ഉണ്ടാകില്ല. കർത്താവേ, ഞാൻ അങ്ങയുടെ രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്നു. ഞാൻ അങ്ങയുടെ രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്നു. അല്ലേലിയ. 170 ഞാൻ അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നു. 91-ാം സങ്കീർത്തനം 4-5 തിരുവചനത്തിൽ പറയാണ്, രാത്രിയുടെ ഭീകരതയും പകൽ പറയുന്ന അസ്ത്രത്തെയും. രാത്രിയുടെ ഭീകരത, അല്ലേലിയ. പിശാച് താണ്ഡവം നൃത്തമാടുന്ന പകലല്ല, ആണോ? മദ്യം കുടിക്കുന്ന എപ്പോഴാണ്? രാത്രിയല്ലേ, അല്ലേ? കൊള്ളക്കാരെ വീട് ആക്രമിക്കുന്ന എപ്പോഴാണ്? രാത്രിയല്ലേ, പകലല്ലല്ലോ. അല്ലേലിയ. അമിത വേഴ്ച നടക്കുന്നത് രാത്രിയല്ലേ, പകലല്ലല്ലോ. അതിക്രമങ്ങൾ നടക്കുന്നത് രാത്രിയല്ലേ, കൊലപാതകങ്ങൾ നടക്കുന്നത് രാത്രിയല്ലേ. രാത്രിയുടെ ഭീകരത, അല്ലേലിയ. 92-ാം സങ്കീർത്തനത്തിൽ അത് തന്നെ കാണുന്നു. 3-4 തിരുവചനത്തിൽ 91, 4, 5, 92, 3, 4. അങ്ങനെ നമ്മൾ രാത്രിയുടെ യാമങ്ങൾ ചോദിച്ചാൽ അതുകൊണ്ടാണല്ലോ അപ്പസ്തലന്മാർ രാത്രി പ്രാർത്ഥിച്ച്, അല്ലേ? അപ്പസ്തലന്മാർ രാത്രി, അല്ലേലിയ. ശിഷ്യന്മാരായിരുന്നപ്പോൾ അവര് രാത്രി ഉറങ്ങിയിരുന്നു. കർത്താവ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവര് പൂക്കുറ്റ ഉറങ്ങിയിരുന്നു. അല്ലേലിയ. അവർക്ക് അതിന്റെ കാര്യം മനസ്സിലായില്ല. മനസ്സിലായി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? കർത്താവ് അവരുടെ
കൂടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഇനി ഞങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, അധ്വാനിച്ചില്ലെങ്കിൽ രക്ഷപ്പെടില്ല. പ്രാർത്ഥന ഒരു അധ്വാനമായിട്ട് അവർക്ക് മാറി. ഹല്ലേലൂയ. തോമസ് ശ്ലീഹ നാട്ടിൽ വന്നതിന് ശേഷം രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ചതിന് ശേഷം പകല് ശുശ്രൂഷ ചെയ്യുന്നത്. ഹല്ലേലൂയ. മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് രാത്രിയുടെ യാമങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചാണ് ശുശ്രൂഷയ്ക്ക് പോകുന്നത്. 3-3:30 എന്ന സമയമുണ്ടെങ്കിൽ അവിടെ ആ സമയത്തിൽ പ്രാർത്ഥന തുടങ്ങിയിരിക്കും. 7-7:15 വരെ പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞാണ് അവർ ജവമാനം കൈപിടിച്ച് റൂട്ടിലൂടെ രോഗികളെ സഹായിക്കാൻ വേണ്ടി പോകുന്നു. ഞാനിത് കണ്ടത് 2013-14 കാലഘട്ടങ്ങളിലാണ്. ഈ പുലർച്ചയ്ക്ക് 3-3:30 കണ്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതൊരു തടസ്സമായിട്ട് നമ്മൾ നോക്കരുത്, ഒരു ബുദ്ധിമുട്ടായിട്ട് എടുക്കരുത്. നീ രക്ഷപ്പെടണമെങ്കിൽ നിൻ്റെ കർത്താവ് ഇടപെടാനുള്ള സമയം ആയി. ആ സമയം അരുണോദയാണ്. ഹല്ലേലൂയ. സൂര്യോദയത്തിന് മുമ്പുള്ള അരുണോദയത്തിൽ നീ എഴുന്നേറ്റ് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ തടസ്സം മാറും. ഹല്ലേലൂയ. നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ട ആവശ്യമില്ല. നീ അങ്ങോട്ടും കർത്താവിനെ കാണാൻ ആഗ്രഹമുള്ളവർ ആ ടൈമിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ.